In nomine Patri et Filii et Spiritus Sancti. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Ave Maria. അഞ്ചാമത്തെ പ്രമാണം കൊല്ലരുത് എന്ന പ്രമാണമാണ്. ദൈവപ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഭ്രൂണഹത്യയെ എല്ലായിടത്തും നിയമവിധേയവും ദയാവധം സാർവത്രിക സ്വീകാര്യമാക്കി തീർക്കുന്നു. അതായത് എന്നെ അതിശയിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ നിങ്ങൾ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടോ ഫെർട്ടിലിറ്റി ക്ലിനിക്സ് അല്ലെ? കേരളത്തെ മക്കളില്ലാത്ത അവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുവിക്കുന്നതാണ് അവരുടെ ലക്ഷ്യം. മക്കളില്ലാത്തവർക്ക് ഏതെങ്കിലും തരത്തിൽ മക്കളെ കൊടുക്കും. അത് ഓർഡർ 6 കഴിഞ്ഞിട്ട് 5 കൊടുത്തതാണ്. 5 ആദ്യം വായിച്ചു. അപ്പോ ഞാൻ അതായത് ഡോക്ടർമാര് പറയുന്ന ഒരു കാര്യം, ഡോക്ടേഴ്സ്, എന്റെ വീട്ടിൽ ഒത്തിരി ഡോക്ടേഴ്സുകളാണ് ഈ കുറെ കാര്യങ്ങൾ ഡോക്ടർമാര് പറഞ്ഞു. അപ്പോ ഈ ഇമ്പോർട്ടൻസിന്റെ വൺ ഓഫ് ദ റീസൺ ബ്രോയിലർ ചിക്കൻ ആണ്. ഇമ്പോർട്ടൻസ് മക്കളില്ലാണ്ടിരിക്കുന്ന അവസ്ഥയുടെ ഒരു പ്രധാന വില്ലനാണ് എന്ത്? ബ്രോയിലർ ചിക്കൻ. അപ്പൊ ഞാനിങ്ങനെ എന്റെ മനസ്സിലേക്കൊന്ന് ചിന്തയാണ്, ഈ ബ്രോയിലർ ചിക്കൻ ആണ് ഇപ്പൊ എല്ലാവരും 98% ആൾക്കാർ ഉപയോഗിക്കുന്നത് ബ്രോയിലർ ചിക്കൻ ആണ്, അല്ലെ? അപ്പൊ ഈ ബ്രോയിലർ ചിക്കനിലൂടെ ഇപ്പൊ പറഞ്ഞാൽ മക്കളില്ലാത്ത ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ആണ്. നല്ല പെർസെന്റേജ് ആൾക്കാർക്ക് മക്കളില്ല. ഒരു കംപ്ലൈന്റ് ഇല്ലാത്തവർക്ക് പോലും മക്കളില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പൊ ഈ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ശിശുവിനുണ്ടാക്കുമ്പോൾ എത്ര ഭ്രൂണത്തെയാണ് അവർ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കൊന്നുകളയണെന്ന് അറിയാം. എത്ര ഭ്രൂണഹത്യാണ് ഓരോ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളിൽ നടക്കണമെന്ന് വെച്ചാല് ദൈവത്തിന്റെ ക്രോധം അഗ്നി ഇറങ്ങാത്തത് എനിക്ക് തോന്നുന്നത് അമ്മ തടഞ്ഞു നിർത്തിയേക്കണത് കൊണ്ട് ഒറ്റ മാത്രം 5 കൊണ്ട് രക്ഷിക്കാനുള്ള ഒറ്റ കാരണത്താൽ. അപ്പൊ ഇവിടെ ഒരു സംവിധാനം മക്കളില്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നു, അതേസമയം മറ്റേ സ്ഥലത്ത് മക്കളെ എങ്ങനെയായാലും ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞ ഒരു സംവിധാനം. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നടക്കണം എന്താ? അത് മനസ്സിലാവണ്ടോ? അതിന്റെ രണ്ടിൽ നടക്കണം എന്താ? പിശാചിന് ഭ്രൂണഹത്യ എന്ന് പറഞ്ഞാൽ നരബലിയാണ്. പിശാചിന്റെ ഇത്രയും ശക്തി കൂടുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഏറ്റവും കർത്താവിന്റെ വരവ് വൈകിപ്പിക്കുന്നതിലും ദൈവത്തിന്റെ ക്രോധം ഭൂമിയിൽ നിവദിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭ്രൂണഹത്യ. രസകരമാണ്. അതായത് ഒരു സിസ്റ്റത്തിൽ നമ്മളെ ഇമ്പോർട്ടൻസ് ഡെവലപ്പ് ചെയ്യുന്നു, അടുത്ത കൂട്ടിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണു? ഏതെങ്കിലും വിധേന മക്കളുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിധേന മക്കളുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ക്രിസ്ത്യൻ ധർമ്മമല്ല. മക്കളെ സ്വീകരിക്കുക എന്നുള്ളതും ഇറ്റ്സ് നോട്ട് ക്രിസ്ത്യൻ. ബൈബിൾ അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. അതങ്ങനെ കൊലപാതകങ്ങൾ ഇങ്ങനെ നടക്കുന്നു. കല്യാണം കഴിഞ്ഞു, ചെറുക്കം പോകുന്നു, ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് വിസ റെഡിയാക്കുന്നു, ഭാര്യയ്ക്ക് ജോലി കിട്ടി, വിസ വരുന്നു, അപ്പോഴേക്കും അവള് ഗർഭിണിയായി. എന്ത് ചൂസ് ചെയ്യും? ഈ അവസ്ഥയിൽ അവൾക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. എന്ത് സജഷൻ? അബോർട്ട് ചെയ്തിട്ട് പൊക്കോന്ന് കുമ്പസാരിച്ചിട്ട് പോയാൽ മതി. ജീവിതകാലം മുഴുവൻ കുമ്പസാരിച്ചാലും അതിന്റെ ഇഫക്റ്റ് പോകില്ല. ഒരു മനുഷ്യക്കുഞ്ഞിന്റെ വില ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പൈസ കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? എന്താണ് അഡ്വൈസ്? എന്താണ് സമൂഹം ചെയ്യുന്നത്? ജോലിനെ ആണോ ചൂസ് ചെയ്യുക, അത് ഈ കൊച്ചിനാണോ ചൂസ് ചെയ്യുക? ചൂസ് ചെയ്യുന്നത് ജോലിനെയാണ്. കൊച്ചങ്ങൾ പിന്നെ ഉണ്ടാവും. പലർക്കും പിന്നീട് കൊച്ചങ്ങൾ ഉണ്ടാവുന്നില്ല. ചൂസ് ചെയ്യുന്നത് എന്താ? ഈ ജോലി പിന്നെ കിട്ടിയില്ല എന്ന് പറയാം, പിന്നെ മക്കളുണ്ടാവും, അതുകൊണ്ട് ഇതിനെ അബോർട്ട് ചെയ്ത് പൊക്കോളാൻ. അതായത് ഒരു ജീവൻ എടുക്കുക എന്നുള്ളത് ദൈവത്തിന് മാത്രം അധികാരമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങൾ എന്ത് ഓപ്റ്റ് ചെയ്യുന്നു? ആ ജോബാണ് ഓപ്റ്റ് ചെയ്യണേ. കുടുംബത്തിൽ ഈശോയ്ക്കും മാതാവിനും കയറാൻ പറ്റുന്ന അവസ്ഥയുണ്ടാവോ? അതാണ് അവന്റെ തന്ത്രം. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ കെണിയിൽ വൺ ആഫ്റ്റർ അനദർ കെട്ടി വേലി എന്ന് പറഞ്ഞാൽ സ്ട്രോങ് വേലിയാണ് അവൻ കെട്ടണേ. ഒരു തരത്തിലും ഈ കുടുംബത്തിന് ദൈവകരുണ കിട്ടരുത്.
അതേ മാതിരി വൺ ആഫ്റ്റർ അവൻ ബന്ധനത്തിലാക്കുകയാണ്. അപ്പോ ഇതേപോലെ അതിന് പല ന്യായീകരണങ്ങള്, പല കാരണങ്ങൾ. ഒരു ന്യായീകരണങ്ങളും അബോർഷന് സാധൂകരിക്കുന്നില്ല. വൈകല്യങ്ങളുള്ള മക്കളാണ് ആ കുടുംബത്തിനും സമൂഹത്തിനും അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ മക്കളെ ദൈവകരങ്ങൾ, ദൈവം തരുന്ന മക്കളെ ദൈവകരങ്ങളിൽ സ്വീകരിക്കാനായിട്ടാണ് പഠിപ്പിക്കേണ്ടത്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ ബുദ്ധിയാണ്. ഈ ബുദ്ധിയില്ലാത്ത മന്ദബുദ്ധികളായ മക്കളുണ്ടായ ആ മക്കളിലൂടെ ആ കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനും വലിയ അനുഗ്രഹം ചൊരിയും. കാരണം ഈ മനുഷ്യക്കുഞ്ഞ് ഒരു തടസ്സമില്ല. നമ്മുടെ ബുദ്ധിയാണ് എപ്പോഴും ചോദ്യം ചെയ്യുന്നത്, റെസിസ്റ്റ് ചെയ്യുന്നത്. ബ്ലോക്കിംഗ് ദ ഗ്രേസസ്. ദ ഇന്റലിജൻസ് ഈസ് ദ കോസ് റെസിസ്റ്റ് ദ ബ്ലെസ്സിങ്സ് വിച്ച് ഈസ് ഫ്ലോയിങ് ഫ്രം ഗോഡ്. ഈ ബുദ്ധിയാണ് തടസ്സം. അപ്പൊ അതുകൊണ്ട് എത്ര വെയിറ്റ് കുറഞ്ഞതോ വൈകല്യോ മന്ദബുദ്ധിയോ മെന്റലി ഫിസിക്കലി റിട്ടയർഡ് കൊച്ചായാലും അതിനെ ദൈവകരങ്ങളിൽ സ്വീകരിച്ചാൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എത്ര ഉദാഹരണങ്ങളാന്ന് പറഞ്ഞാൽ 2.5 hours പ്രോ ലൈഫ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി സ്റ്റാറ്റിസ്റ്റിക്സും ഒത്തിരി ഇതും അതിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മക്കളെ തടഞ്ഞാൽ അതിന് വില കൊടുക്കേണ്ടത്. ഇന്ന് അമേരിക്കയും യൂറോപ്പും എല്ലാം ഇന്ത്യയിലും ചൈനയിലും കൂടി വന്നേക്കണത് ദേ ഹാവ് നോ ആക്ച്വൽ കൺസ്യൂമർ. ആക്ച്വലി കൺസ്യൂമർ ആരാ? ഹൂ ഇസ് ദ കൺസ്യൂമർ? ഹൂ ഇസ് ദ എംപ്ലോയ്മെന്റ് ജനറേറ്റർ? പിറന്നു വീഴുന്ന ഓരോ ശിശുവുമാണ്. ഒരു കൊച്ച് ഗർഭപാത്രത്തിൽ ജനിച്ചാൽ ഉടനെ ഒരു മെഡിക്കൽ ലാബിന്, ഒരു ടെക്നീഷ്യന് അവന് ജോലി കിട്ടുന്നു. തുടർന്ന് ഒരു ക്ലിനിക്കിന്, ഒരു ഡോക്ടറിന്, മെഡിക്കൽ ഷോപ്പിന്. ആ കൊച്ച് ജനിച്ചാൽ പൗഡർ, തുണി, എണ്ണ, എല്ലാ സാധനങ്ങളും ഇതല്ല. ഇത് കൊച്ചില്ലായില്ലെങ്കിൽ പിന്നെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യണ എവിടുന്നാ? 3 വയസ്സായ ഒരു അംഗൻവാടി ടീച്ചർക്ക് ജോലി, 5 വയസ്സായ ഒരു ടീച്ചർക്ക് ജോലി, അല്ലെ? കൊച്ചില്ലെങ്കിൽ പിന്നെ ഇവർക്കൊക്കെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നത് ആരാ? ഹൂ ജനറേറ്റ്സ് ദ ജോബ്? ആരാണ് ഒരു ജോലി ഉണ്ടാക്കുന്നത്? ഗവൺമെന്റാ ഇതുണ്ടാക്കുന്ന ജോലി. പിറന്നു വീഴുന്ന ഓരോ ശിശുവുമാണ് എംപ്ലോയ്മെന്റ് ജനറേറ്റർ. അവരൊക്കെ വളരെ ലേറ്റായിട്ട് മനസ്സിലാക്കിയ. ഇന്ന് അമേരിക്കയും കാനഡയും അയർലൻഡും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ മക്കള് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി എന്താ പ്രോത്സാഹനം? കൂടുതൽ മക്കളുണ്ടാവാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ ഇന്ത്യ പോലുള്ള രാജ്യത്ത് വന്ന് ഇവിടെ ഫാമിലി പ്ലാനിങ് പ്രോത്സാഹിപ്പിക്കും. ഇതാണ് അവസ്ഥ. അവിടെ മക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൺസീവ് ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നിയർലി ഇപ്പൊ അമേരിക്കക്കാണെങ്കിൽ 10,000 rupees ആണ് അപ്പൊ തന്നെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇൻസെന്റീവ് കിട്ടുന്നത്. ഇന്ത്യൻ റുപ്പീസിൽ 10,000 അവർക്ക് അപ്പൊ തന്നെ അലവൻസ് അയർലൻഡിലൊക്കെ കിട്ടി തുടങ്ങി കൊടുക്കുന്നു. 2 years അയർലൻഡിൽ കൊടുക്കുന്നത് മെറ്റേണിറ്റി ലീവ് വിത്ത് സാലറി. 60% അവർക്ക് കിട്ടുന്ന സാലറിയുടെ പൈസ ജോലി എടുക്കാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് 3-4 മാസം കഴിഞ്ഞാൽ കാഷ്വൽ ലേബറായിട്ട് അവിടെ ഒക്കെ ജോലിക്ക് പോവാം. പൈസ അവർക്ക് ഉണ്ടാക്കും. അവരുടെ റെഗുലർ ജോലിയിൽ ലീവ് എടുക്കുകയും ചെയ്യാം. കാഷ്വൽ ലേബറായിട്ട് അവർക്ക് എന്ത് ചെയ്യാം? പണിയെടുക്കുകയും ചെയ്യും. Once their health is okay. മനസ്സിലാവുണ്ടോ? അമ്മമാരൊക്കെ കൊണ്ടുപോകണമെന്നാ ഈ മക്കളെ നോക്കാൻ ഏൽപ്പിച്ച ശമ്പളത്തിന്റെ നല്ലൊരു ശതമാനം അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അമ്മേനെ അപ്പനെയും അയർലൻഡും കാനഡയും കാണിക്കാൻ കൊണ്ടുപോയാൽ അവർക്ക് എന്ത് ചെയ്യാം? കാഷ്വൽ ലേബറിന് പോവുകയും ചെയ്യാം. ഇവിടെ 60% കിട്ടുകയും ചെയ്യും. അമ്മേനെ ഇംഗ്ലണ്ടും അമേരിക്കയും കാനഡയൊക്കെ കാണിച്ചു എന്നുള്ള സന്തോഷമായി. ഈ കൊല്ലരുത് എന്ന അതിനെ അവനെ ഞാൻ കൊല്ലിക്കും. എല്ലാ കുടുംബങ്ങളും മിക്ക കുടുംബങ്ങളും കൊലപാതക കേസിൽ പെട്ടിരിക്കുക. ദൈവത്തിന്റെ കൽപ്പന എന്താ? കൊല്ലരുത്. അവനെന്താ പറയണേ? ഞാൻ കൊല്ലിക്കും. ഇപ്പൊ ലേറ്റസ്റ്റ് എന്താ? ദയാവധവും സാർവത്രികമായി കഴിഞ്ഞു. ഒഫീഷ്യലി ആണ് ഒഫീഷ്യൽ. ഇപ്പോ ഈ സ്വർണ്ണമുട്ടിയിടുന്ന മക്കൾ എന്താ പറയണേ? എന്റെ അപ്പൻ എനിക്ക് വേണ്ടി കണ്ടുപോകാൻ അധ്വാനിച്ചതാ ഡോക്ടറെ, അതുകൊണ്ട് എന്റെ അപ്പൻ വേദന അറിയാതെ മരിക്കണം. അവനൊന്നും ചെയ്തോ? മനസ്സിലായില്ലോ? അപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരു യുവാവിന് അവന് യാതൊരു കോൺഷ്യസ് ബ്രേക്കിംഗ് ഇല്ല. അവനൊരു കൊലപാതകം നടത്തിയെന്നുള്ളതിന് യാതൊരു ചിന്തയില്ല. അവൻ സംസാരിക്കണ്ടോ? ഇത് ചെയ്യണ ഡോക്ടർ സംസാരിക്കണ്ടോ? ഇതിന് കൂട്ടുനിൽക്കുന്ന നഴ്സ് സംസാരിക്കലുണ്ടോ? IPC 302 അനുസരിച്ച് മർഡറർ ആൻഡ് അക്കംപ്ലിഷ് ദ മർഡറർ ഈക്വലി കൺവിക്റ്റഡാ. കൊലപാതകയും കൊലപാതകത്തിന് കൂട്ടുനിൽക്കുന്ന എല്ലാവർക്കും തുല്യ ശിക്ഷയാണ്. അത് മനസ്സിലാവുണ്ടോ?
ഇത് ഈ ദേവത നടക്കുന്നു, ആരും ഇതിനകത്ത് അവരൊരു തെറ്റ് ചെയ്യുന്നതായിട്ട് അവർക്ക് ഒരു ഇല്ല. ഇതാണ് പിശാച് വളർന്നു എന്ന് പറയുന്നതിന്റെ ലക്ഷണങ്ങൾ. ദൈവദൃഷ്ടിയിൽ ഇവരെല്ലാം കൊലപാതക കുറ്റത്തിന് ചാർജാ, എല്ലാവർക്കും. So cunningly he is convincing somebody to break a commandment. അതേസമയം എന്ത് ചെയ്യുന്നില്ല, അവർക്കൊരു കുറ്റബോധം ഭാവബോധം ഒന്നുമില്ല. അവർ ചെയ്ത് നല്ല കാര്യം. മകൻ നല്ല കാര്യം പറഞ്ഞ, അപ്പൻ എനിക്ക് വേണ്ടി ഇത്രയും കിടന്ന് പണിയെടുത്ത അപ്പനെ വേദനയില്ലാണ്ട് മരിക്കണം എന്നുള്ള അവന്റെ ആഗ്രഹം സാധിച്ചു, അവൻ തൃപ്തനായി. ഇതാണ് അവസ്ഥ. അപ്പോ ഈ കൊല്ലരുത് എന്ന പ്രമാണത്തെ അവൻ കൊല്ലിക്കും എന്ന് പറഞ്ഞ് ഏകദേശം മിക്ക കുടുംബങ്ങളും കൊലപാതക കേസിൽ വിട്ടുകിടക്കാം ദൈവദൃഷ്ടി. ഇങ്ങനെ അവൻ ഒന്നിനും പുറകെ ഒന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് വേലി കെട്ടിയ പോണേ. അതായത് ഈ കുടുംബം ഒരിക്കലും പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരരുത്. എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും ഇവരുടെ വീട്ടില് ദൈവാനുഗ്രഹം കയറരുത്. അതേമാതിരി അവൻ സ്റ്റീൽ ബോൾട്ടിട്ടുള്ള അവൻ കെട്ടണം വേലി. ഒരു കാരണവശാലും ഇവിടെ ഈശോയും മാതാവും പറ്റാലും ഒരാളുകൾ കയറരുത്. ആ തരത്തിൽ അവൻ സ്പിരിച്വൽ ബ്ലോക്സ് ഓരോ കുടുംബത്തിലാക്കി വെച്ചിരിക്കുകയാണ്. ചാക്കൊടുത്ത് ചാരം പൂശി നാക്കൊരച്ച് വെറുതെ മൂക്കൊരച്ച് അനുദപിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാല്ലാതെ കുടുംബങ്ങൾ രക്ഷപ്പെടുത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. കർത്താവിന്റെ വചനത്തിൽ തിരിച്ചു വന്ന് ഏറ്റുപറഞ്ഞ് പ്രാശ്ചിത്ത പരിഹാര പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി, കരുണ ഒന്നും അല്ലാതെ ഇപ്പൊ ഒന്നും ക്ലെയിം ചെയ്യാനില്ല. കരുണയുടെ വാതിലും അടഞ്ഞു. ഇനി അമ്മേനെ പിടിച്ച് അമ്മ വാതിൽ ഉന്തിത്തള്ളി എന്തെങ്കിലും മേടിച്ചു തരണം. സെയിന്റ് ഫൗസ്റ്റീനായിലൂടെ പറഞ്ഞ ഡയറിയിലെ മെസ്സേജ് എന്താ? കരുണയുടെ കവാടത്തിലൂടെ കടക്കാൻ വിസമ്മതിക്കുന്നവർക്ക് നീതിയുടെ കവാടത്തിലൂടെ കടക്കേണ്ടി വരും. കരുണയുടെ കവാടം അടഞ്ഞു, ഇനി നീതിയുടെ കവാടത്തിലൂടെ കടക്കാനേ പറ്റുള്ളൂ. നീതിയുടെ കവാടത്തിലൂടെ കടക്കാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഏത് പാപത്തിന് ഞാൻ ശിക്ഷ സ്വീകരിച്ചേ പറ്റൂ. സെന്റ് ഫോസ്റ്റീന ഡയറിയുടെ ജിസ്റ്റ് ഇതാണ്. ഞാൻ ലോകത്തെ വിധിക്കാൻ വരുന്നതിന് മുമ്പ് കരുണയുടെ രാജാവായി ഞാൻ ഭൂമിയിൽ വരും. അപ്പൊ കരുണ വേണ്ടാത്തവര്, അപ്പൊ ഒരു പീരീഡ് ഓഫ് മേഴ്സി വാസ് ദർ. അപ്പൊ കരുണ വേണ്ടാത്തവർക്ക് ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അത് ക്ലോസ് ചെയ്യണം. എല്ലാം അങ്ങനെ തന്നെയാണ്. ഓൾ ദ തിങ്സ് ആർ ലൈക്ക് ദാറ്റ്. ഒരു സമയം കൊടുക്കും ദൈവം പശ്ചാത്തപിക്കാനും അനുദപിക്കാനും. കൺസെഷൻസ്, കരുണയുടെ കൺസെഷൻ, ആ കൺസെഷൻ കഴിഞ്ഞു. അതിലടഞ്ഞെന്ന് പറഞ്ഞാൽ എന്തായി? ഇനി ഏത് പീരീഡാ? പീരീഡ് ഓഫ് ജസ്റ്റിസ് ആൻഡ് റൈറ്റിയസ്നെസ്. അപ്പൊ നമ്മള് ചെയ്താൽ അതിന് ശിക്ഷ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അവൻ എത്തിച്ചു എന്ന് പറയാം. അപ്പോ ഈ ദയാവധം സാർവത്രിക സ്വീകാര്യമാക്കി മനുഷ്യജീവന് കൽപ്പിച്ചിരിക്കുന്ന മൂല്യം തന്നെ തിരോഭവിച്ചു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി അതിന്റെ കൂടെ ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ചുള്ള സ്വതന്ത്രമായ ക്ലാസ് ഉണ്ടാകുമെങ്കിലും ദൈവം മനുഷ്യന് വേദന അനുവദിക്കുന്നത് എന്തിനാ? വയസ്സായ സിസ്റ്റേഴ്സ് ഒന്ന് പറയാമോ? Why God is allowing afflictions on us? നമ്മൾ എന്തിനാണ് ദൈവം മനുഷ്യന് വേദന അനുവദിക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ഗുഡ്. ഈ വിശദീകരിക്കണമെങ്കിൽ എന്ത് നടക്കണം? അതിക്ക് മുമ്പ് നടക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നില്ല. അല്ല, ഈ വിശദീകരിക്കപ്പെടണമെങ്കിൽ അതിക്ക് മുമ്പ് മനസ്സിൽ നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ആദ്യം പറയേണ്ടത്. നമ്മള് ആഴമായ പാപബോധവും പശ്ചാത്താപവും നമ്മളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ദൈവം വേദന ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണു? ആസ്പിരിനിൽ നിന്നും ഡോളയിൽ നിന്നും നമ്മൾ സ്റ്റിറോയിഡ്സിലേക്ക് വളരുകയാണ്. നമ്മൾ ഈ ചെറിയ ഹോസ്പിറ്റലിൽ നിന്നും വലിയ ഹോസ്പിറ്റലിൽ പോകണം. എന്താണെന്നറിയാം? നിങ്ങളൊരു സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ കിംസിലോ അല്ലെങ്കിൽ വേറെ എവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? BMKക്ക് നല്ല ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ 10,000 രൂപയുടെ ഇഞ്ചക്ഷൻ അടിക്കും. അപ്പൊ വേദന പെട്ടെന്ന് കുറയും. സ്റ്റീറോയിഡാ, എല്ലുരുകും, കുറച്ച് കഴിയുമ്പോൾ എല്ല് പൊടിയും, അത് വേറെ കേസ്. പക്ഷെ നമ്മൾ ഈ ചെറിയ വലിയ ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിനെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടാ, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാ. അപ്പൊ ചെറിയ ഹോസ്പിറ്റലിൽ നിന്ന് വലിയ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇവിടെ കൊടുത്തിരുന്നത് 500 രൂപയുടെ മരുന്നാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അത് 5000 രൂപയുടെ കൊടുക്കണേ.
എന്തിനാ? വേദന കുറയ്ക്കാനായിട്ട്. മനസ്സിലാവുണ്ടോ? അല്ലാണ്ട് വേദന കുറയുമ്പോ രോഗം മാറണമൊന്നുമില്ല. അവിടെ അതിന്റെ പ്രത്യേകത. അപ്പൊ ദൈവം വേദന അനുവദിക്കുന്നത് മനുഷ്യന് ആഴമായ പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകാനും അത് മനസ്സിലാക്കി അവൻ അതിനെ അനുദപിച്ച് അവൻ വിശുദ്ധ ഉദാശകളിലൂടെ അവൻ വിശദീകരിക്കപ്പെടാനും, ആ സഹനങ്ങളിലൂടെ അവന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവൻ സഹനങ്ങളിലൂടെ അവൻ വിശദീകരിക്കപ്പെട്ട് ദൈവവുമായി ഐക്യപ്പെടാനാണ്. അതേസമയം ഓപ്പോസിറ്റ് സാധാരണ പരിശ്രമിക്കണേ, വേദന അറിയാതെ മരിക്കും. വേദന അറിയാണ്ടിരുന്നാൽ അവൻ ഒരിക്കലും അനുദപിക്കില്ല. ദൈവമായിട്ട് ഐക്യപ്പെട്ട് അവൻ മരിക്കില്ല. ദൈവമായിട്ട് ഐക്യപ്പെട്ട് മരിക്കാതിരുന്നാൽ അവരുടെ സന്താനങ്ങളുടെ പുറത്താണ് അതിന്റെ ഏറ്റവും കൂടുതൽ ഭാരം വരിക. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ദൈവമായിട്ട് ഐക്യപ്പെട്ട് മരിക്കുന്നതാണ് മക്കൾക്ക് അനുഗ്രഹം. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ, അതായത് അനുദപിക്കാതിരിക്കാൻ അവനെന്ത് ചെയ്യുന്നു? വേദന സംഹാരികളുടെ കടുപ്പം കൂട്ടി സ്റ്റിരോയിഡ് വരെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഡോളോ കഴിക്കുന്നു. ലേക്ക് ഷോറിലോ കിംസിലോ BMKയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ BMH അല്ലെ, ഇവിടുത്തെ വലിയ ഹോസ്പിറ്റൽ BMHും കിംസും കൂടി ഉണ്ട് അല്ലെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ അത് 10,000 രൂപയുടെ ഇഞ്ചക്ഷനാണ് അവർ തരുന്നത്. പെട്ടെന്ന് വേദന പോകും. പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് മാറുന്നത് അവിടുത്തെ മരുന്ന് ശരിയല്ല. അവിടുത്തെ ആ ഹോസ്പിറ്റലിലെ മരുന്ന് ശരിയല്ല. ആ ഹോസ്പിറ്റലിലെ മരുന്ന് ശരിയല്ലാണ്ടല്ല, ആ ഹോസ്പിറ്റലിലെ മരുന്നിന്റെ പവറിനേക്കാൾ കൂടുതൽ വേദനയായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുണ്ടോ? ആ കുറച്ച് കഴിഞ്ഞാൽ ഈ 10,000 രൂപയുടെ സ്റ്റീറോയിഡും വലിക്കാണ്ടാവും. അത് കഴിയുമ്പോൾ അവര് പറയും ഇനി വീട്ടിൽ കൊണ്ടുവരും. അപ്പൊ അവര് 1-2 ലക്ഷം രൂപ 2-3 ലക്ഷം രൂപ മേടിച്ചെടുത്ത് കഴിയുമ്പോൾ അവര് പറയും ഇനി വീട്ടില് ഇനി ഒന്നും ചെയ്യാനല്ലേ കൊണ്ടുകൊള്ളാൻ പറയും. കാരണം ഇനി വേദന കുറയില്ല. കുറച്ച് കഴിയുമ്പോൾ സ്റ്റീറോയിഡ് വർക്ക് ചെയ്യണ്ടാവും. ബോഡിയുടെ പ്രതിരോധ ശക്തി, നമ്മൾ എന്തുമാത്രം പെയിൻ കില്ലേഴ്സ് എടുക്കുന്നോ അത്രയും നമ്മുടെ പ്രതിരോധ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സഹനത്തിലൂടെയാണ് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിക്കുക. പെയിൻ കില്ലേഴ്സിലൂടെ നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ ഹീലിംഗ് പവർ വിൽ റെഡ്യൂസ് ആസ് യു ടേക്ക് ദ പെയിൻ കില്ലേഴ്സ്. അപ്പൊ അതാണ് അതിന്റെ ഒരു സത്യം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം. അതാണ് 5-ാം പ്രമാണം. കൊല്ലരുത് എന്ന പ്രമാണത്തെ ഞാൻ കൊല്ലിക്കും എന്നാണ് അവരുടെ പ്രമാണം. അവരിപ്പോ എന്തായി? എല്ലാ വീടുകളും എല്ലാ കുടുംബങ്ങളും ഈ ചാർജിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത മിക്ക കുടുംബങ്ങളും പെട്ടുകഴിഞ്ഞു ഈ കേസിൽ. വെറുതെ അതിന്റെ പൊള്ളവാക്ക് പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ശരിക്ക് അനുദപിച്ച് ശരിക്ക് കുമ്പസാരിച്ച് പ്രായശ്ചിത്ത പരിഹാര പ്രവൃത്തികൾ ചെയ്ത് ദാവീദ് ചെയ്തമാതിരി ചാക്കൊടുത്ത് ചാരം പൂശി നിലത്ത് കിടന്ന് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാല്ലാതെ ഇപ്പൊ ദൈവകരുണ കിട്ടാൻ ഒരു രക്ഷയില്ല. വേറെ മാർഗമൊന്നുമില്ല. അമ്മേനെ പിടിക്കുക. കരുണയുടെ വാതിലടഞ്ഞു. ഇനിയിപ്പോ വാതിൽ തുറക്കാൻ ആർക്കേ പറ്റുള്ളൂ? അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അമ്മയ്ക്ക് തള്ളി തുറന്നകത്ത് കയറാൻ പറ്റും. വേറൊരാൾക്ക് ഇനി കയറാനുള്ള പവറില്ല. മനസ്സിലാക്കാം.